my sunshine, you're my moonlight, you're my stars in the sky. Come with me now, you have my desire. Ventilai, vandayai, aradhya, kanavani kelada, kanavani danada, kan tiranda kaangire. അമ്മയാ എന്താ ബ്യൂട്ടിഫുൾ. താങ്ക് യു. എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു പാട്ടാണ്, ഒരു സമയം ട്രെൻഡിങ് അല്ലേ? പിന്നെ ഹരിച്ചേട്ടനും കൂടെ ഇവിടെ ഇരിക്കുമ്പോ ഈ പാട്ടിനെ കുറിച്ച് പറയാതെ പോവാൻ പറ്റില്ല അല്ലേ ഷാനിക്ക? തീർച്ചയായും. ഇതിന്റെ മലയാളം
നമ്മുടെ സ്വന്തം ഹരിച്ചേട്ടനാണ് പാടിയത്. അപ്പൊ എന്തായാലും ഹരിച്ചേട്ടൻ രണ്ടുപേരും എന്തായാലും രണ്ടുപേരും മതി പ്ലീസ് പ്ലീസ്. എന്റെ ഒരു റിക്വസ്റ്റ് ആണ് ഹരിച്ചേട്ടാ. ചേട്ടാ സത്യമായിട്ടും പറയാ, ഒരു ചുമയുണ്ട്, ഞാൻ പാടിത്തരാം. നിന്റെ റിക്വസ്റ്റ് ചീറ്റിപ്പോയി. ഇല്ല. ഓക്കെ അമ്മയാ, എന്താ തോന്നി? നല്ലോണം പാടി. പിന്നെ സ്വരങ്ങള് ഇല്ല, മോളിപ്പോ പാടിയത് തമിഴ് വേർഷനാണ്, ഞാൻ പാടിയ മലയാളമാണ്. ഡിഫറൻസ്. അതെ, ഡിഫറൻസ് ഉണ്ട്. വോയിസസ് രണ്ടും രണ്ടാണ്. രണ്ട് സിംഗേഴ്സ് ആണെന്നുള്ള ഒരു ഡിഫറൻസ് ഉണ്ട്, ഭീമമായ ഒരു ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും ചോദിച്ചു നോക്കാം. ഹരിച്ചേട്ടാ. അമ്മയാ, എന്താ സർ? നന്നായിട്ട് പാടി. താങ്ക് യു സർ. എന്തുകൊണ്ടാ മോളിത് ചൂസ് ചെയ്യാൻ കാരണം? ഇത് എന്റെ ഫേവറേറ്റ് സോങ് ആണ്. ഓക്കെ. ഇതിന്റെ മ്യൂസിക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇതിനകത്ത് മലയാളമാണ് കുറച്ചും കൂടി ഇഷ്ടം. എന്നാ പിന്നെ മലയാളം പാടാത്തത്? അത് വേണ്ടാന്ന് വെച്ചല്ലേ മോളെ? എന്തുകൊണ്ട്? ഹരിച്ചേട്ടൻ ഇരിക്കുമ്പോ ഞാൻ മലയാളം പാടുന്നത് അതല്ല സംഭവം, ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഇനി ഇങ്ങോട്ട് വരുന്നു വിചാരിച്ചില്ലേ, അപ്പൊ പിന്നെ തമിഴ് പാടാന്ന് പറഞ്ഞു. അപ്പോഴാണ് അറിഞ്ഞത് ഹരിച്ചേട്ടനാ വരുന്നതെന്ന്. ഇനിയിപ്പോ മലയാളം ഇപ്പൊ പഠിക്കും. അതാണോ? അയ്യോ മക്കളെ, ഇവൻ നാട് വിട്ടെന്ന് വിചാരിച്ചു. വൻ പ്രവചനം. അല്ല, ഇതൊക്കെ ഇപ്പൊ മൈൻഡ് റീഡിങ് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ മിക്കവാറും മറ്റേ ആദ്യ മെന്റലിസ്റ്റ്. പക്ഷെ അവള് സത്യം പറഞ്ഞു. അതെ അതെ, ഐ ലൈക്ക് ദാറ്റ്. ആ ഒരു ജെനുവിനിറ്റിക്ക് ഞാൻ മോളെ നന്നായിട്ട് പാടി കേട്ടോ ഓവറോൾ. കാരണം ഇതൊരു ടഫ് സോങ് ആണ്. പിന്നെ ഞാനിത് ഇപ്പൊ ഇങ്ങനെ എന്താ പറയാ, ഇതൊരു മെയിൽ സോങ് അല്ലേ ശരിക്കും. ആരാധ്യ എന്ന് പറഞ്ഞ് പാടുമ്പോഴത്തേക്കും ഇറ്റ്സ്, അപ്പൊ മോളിത് പാടുമ്പം ഇതൊരു മെയിൽ സോങ്, ഒരു കുട്ടി ഇങ്ങനെ പാടി കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് എനിക്കത് ആ സോങ് ആയിട്ട് എന്താ പറയാ, അങ്ങനെ കേൾക്കാത്ത കൊണ്ടായിരിക്കാം മേ ബി. ഞാൻ ഇവരുടെ ഒപ്പീനിയൻസും എടുക്കണം. എന്നാലും എനിക്ക് അത് ഫീൽ ചെയ്തു. അത് മോക്കത് പിന്നെ ഇഷ്ടമുള്ളത് കൊണ്ട് പാടി എന്ന് പറഞ്ഞു, അതൊരു റീസൺ ആണ്. സ്റ്റിൽ ഇറ്റ്സ് എ മെയിൽ സോങ്. അപ്പൊ എനിക്ക് അത് മാത്രമാണ് ഇതിൽ ഫീൽ ചെയ്തത് ത്രൂ ഔട്ട്. പിന്നെ ഇത് ഒറ്റയ്ക്ക് പാടുക എന്ന് പറയുന്ന ഒരു വലിയ ചടങ്ങാ മോളെ. അതെങ്ങനെ, ലൈക്ക് ഹൗ ഡിഡ് യു മാനേജ് ടു സിംഗ്? ഇപ്പൊ തന്നെ തൊണ്ട വേനെടുക്കും. എനിവേ, ചോയ്സ് ഓഫ് സോങ് കുറച്ച് ബെറ്റർ ആക്കായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അതാണ് എനിക്ക് തോന്നുന്നത്. കാരണം മോക്കിത് എത്രത്തോളം ഈ സോങ് സ്യൂട്ട് ആവുന്നുണ്ടെന്ന് അറിയില്ല ഈ ഒരു റൗണ്ടിൽ. സ്റ്റിൽ മോക്ക് ഇഷ്ടപ്പെട്ട പാട്ടായതുകൊണ്ട് യു സാങ്. എനിവേ, പിന്നെ മോളെ ഇതിന്റെ വെരി ബിഗിനിങ് ഒന്ന് പാടാവോ? ഹമ്മിങ്. You my sunshine, you my moonlight, you my stars in the sky. Come with me now, you have my desire. Ventiyai, vandayai, aradhya, kanavani. ഈ ബ്രെത്ത് എടുക്കുമ്പോൾ നമ്മൾ കുറച്ച് മൈക്ക് ഒന്ന് മാനേജ് ചെയ്യണം. തണ്ടാരാ തരാരാ തരാരാ തരാരേ. ആ ഒരു എല്ലാം ബ്രെത്തും മോളുടെ വോക്കലും എല്ലാം ഒരുമിച്ച് കേൾക്കുന്നതുകൊണ്ട് ആ ബ്യൂട്ടി മൊത്തത്തിൽ നമുക്ക് കിട്ടില്ല ചിലപ്പോൾ. അപ്പൊ അതൊന്ന് മാനേജ് ചെയ്യണം. കാരണം ഇങ്ങനത്തെ സോങ്ങിൽ നമുക്ക് മൈക്ക് പ്ലേസ്മെന്റ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ലാസ്റ്റ് പല്ലവി ഭയങ്കര രസമായിരുന്നു കേട്ടോ. കാരണം അത് ഭയങ്കര പാടാ. അത് ഒരുപാട് സംഗതീസ് ഉണ്ട്. അങ്ങനെ സാധനമില്ലേ, അതൊക്കെ കറക്റ്റായിട്ട് തന്നെ പാടി മോള്. നല്ല രസമായിരുന്നു കേട്ടോ കേൾക്കാൻ. അതൊക്കെ തന്നെ മോളെ. പിന്നെ വെരി ലാസ്റ്റ് ഹമ്മിങ് എനിക്ക് കുറച്ച് ബെറ്റർ ആക്കാൻ തോന്നി. ഒരു ഡൗട്ട്ഫുൾ ആയിരുന്നു, എന്ത് പാടണമെന്ന്, ഇത് പാടിയാ വർക്കാവുമോ എന്തൊക്കെയൊക്കെയോ ഒരു തോന്നലാണ് ഇങ്ങനെ പാടിപ്പോയത്. ബട്ട് യു മാനേജ് ടു സിംഗ് ദിസ് കേട്ടോ. നന്നായിട്ട് തന്നെ അത് പ്രസന്റ് ചെയ്തു മോള്. എനിവേ നൈസ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഹരിച്ചേട്ടാ. ശരത് സർ. ഹായ് മോളെ. നല്ല രസമുള്ള പാട്ടാണ്. എനിക്കും ഇത് നമ്മൾ ചില പാട്ടുകൾ മെയിൽ പാടി കേൾക്കുമ്പോൾ ഉള്ള ഒരു ഗും ഫീമെയിൽ പാടുമ്പോൾ അങ്ങനെ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് ഇതുപോലുള്ള പാട്ട്. അത് ആരാധ്യ എന്ന് നമ്മൾ ഒരു പെണ്ണ് തന്നെ നിന്ന് ആരാധ്യ എന്ന് പാടുമ്പോൾ എന്തരടേ എന്തോ, അല്ലെങ്കിൽ ആരാടാന്നെങ്കിലും പാടണമായിരുന്നു. അതൊക്കെ കുഴപ്പമില്ല, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമുക്ക് ഓക്കെ, ഞാനിത് പാടാം. എന്റെ കൂടെ പാറു ഡുവറ്റ് പാടുകയാണെങ്കിൽ ഞാൻ പാട്ട് പാടി അതിന്റെ അർത്ഥം മനസ്സിലായില്ലേ? ഞങ്ങളായിരുന്നു ഡുവറ്റ്, അല്ലെങ്കിൽ ഡുവറ്റ് ആയിരുന്നു ഞങ്ങളുടെ. എനിക്കൊരു ഫീമെയിൽ ഡുവറ്റ് ആവശ്യമുണ്ട്. അത് രസമായിട്ട് പാടി പാറും. ഇപ്പൊ ഞെട്ടിപ്പോയി. എന്ത് പറയുന്നു ഡയറക്ടർ സാർ? പിന്നെ തീർച്ചയായിട്ടും ആവാ ഡയറക്ടർ സാർ. യെസ്. അപ്പൊ മക്കളെ, നമുക്ക് പാട്ടിലേക്ക് വരാം. നമ്മള് നന്നായിട്ട് തന്നെ പാടി. മോളെ, ആ നെരുങ്കാതെ അതൊന്ന് പറയാമോ? നെരുങ്കാതെ വിളകാതെ. വിളക്കാതെ എന്നോ?
വിലഹാതെ വിലഹ വിലഹാതെ വിലഹാതെ വിട്ടു പോവല്ലേ. விலகாதே ആ உன் பக்கம் இருந்தால் கெட்டு போவேன் ഉം. தள்ளி இருந்தால் நல்லவனாவேனே ഉം. ഇത് ഒരു മലയാളത്തിൽ നല്ലവനാവേനെ എന്ന് പറയുമ്പോ തന്നെ അടാ ആണാടാ. ആ അതോ മനസ്സിലാക്കിയോ. തമിഴ്. പിന്നെ എനിക്ക് ആ സ്വരം ഒന്ന് പാടിത്തരും. ഗരിഗ പമ ഗരി സനി രി സനി ദ പദ സ ഗരിഗ പമ ഗരി സനി രി സനി ദ സ ദ സരി രി സ ദ സരി രി സ ദ സ ദ രി രി സ ദ പഗ പദ പദ സ സ ദ സരി രി സരി പ മഗരി സ ദ പ ഗരി ഗ പ ഗ ദ പ സ ദ രി ആ ഗ പ ഗ ദ പ സ ദ ഒന്നുകൂടെ മോളെ അവിടെ തൊട്ട് പാട്. ഗപ്പ അവിടെ തൊട്ട്. ഗ പ ഗ ദ പ സ ദ രി സ ഗരി അപ്പൊ അതല്ല ഒന്ന് ഹിറ്റ് ചെയ്യടാ മോളെ. ഗ പ ഗ ദ പ സ ദ പ പ ആ പാ അതാണോ അത് ഗായടാ. ഗ പ ഗ ദ ആ ഗ പ ഗ ദ പ സ ദ രി സ ഗ രി പ ഗ ദ പ ഗ രി സ ദ പ അതെന്താണ് ഗാഥ. ഗ ധ പ ഗ രി സ അപ്പൊ അത് കൃത്യമായിട്ട് പാട്. ഗ ധ പ ഗ രി സ ദ പ ഗ രി രി ഗ പ പ ഗ രി ഗ ദ ദ പ രി ഗ സ സ ദ ദ പ ഗ രി സ രി ഗ പ ദ സ. ആ ഇപ്പൊ ഇച്ചിരി ട്യൂണിങ് ചേരുന്നില്ലെങ്കിലും ഇപ്പൊ സ്ഥാനങ്ങൾ കൃത്യമായിട്ടുണ്ട്. അത് പ്രധാനമാണ് മോളെ. എന്ത് പാടിയാലും അത് കൃത്യമായിരിക്കണം. അപ്പോഴാണ് അതിനൊരു സുഖം വരുന്നത്. നമ്മൾ എന്തെങ്കിലും ഒരു നോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോ പിന്നെ ആ സ്വരം അല്ലല്ലത്. അപ്പം അത് മാത്രമേ. പക്ഷെ അത് നല്ല രസമായിരുന്നു മോള് പാടിയപ്പോൾ. അതൊരു ഒരു ഗുമ്മല്ലേ. അതേ ഉണ്ട് മക്കളെ, വേറൊന്നുമില്ല അങ്ങനെ സീരിയസ് ആയിട്ട്. പിന്നെ മോൾ ഈ ഇത്രയും ടോപ്പ് ആയതുകൊണ്ടാണ് മോൾ ഇങ്ങനെ ഒതുക്കി പാടിക്കൊണ്ടിരുന്നത്. ആ ഒരു ഓപ്പൺനെസ് ആരാധയൊക്കെ വരുമ്പോൾ ഉള്ള അതൊന്നും കിട്ടിയില്ല. അത് എല്ലാം അത് അവിടെ വരെ നിൽക്കുന്നു. പക്ഷേ ആരാധന എന്നങ്ങ് തുടങ്ങുമ്പോൾ അതൊരു കുറച്ചും കൂടെ ഒരു പ്രകാശം ഒരു വിസ്താരമൊക്കെ വരണ്ടേ. അതാണ് എനിക്ക് തോന്നിയത് മോള് പാടും. മോളിങ്ങനെ ഒതുക്കി അങ്ങ് വലഞ്ഞ് കേട്ടോ. അതേ മോള് നന്നായിട്ട് തന്നെ പാടിയടാ. പിന്നെ നീ നന്നായിട്ട് പാടുന്ന ഒരു പെൺകുട്ടിയല്ലേ, അതിലൊന്നും നമുക്ക് ഒരു സംശയമില്ലല്ലോ. മോള് നല്ല കിടുക്കാച്ച ആളാണ്. താങ്ക് യു സർ. മോള് ഈ ഇങ്ങനെ ഒതുക്കിയതുകൊണ്ടാണോ എന്ന് അറിഞ്ഞോട്ടെ എനിക്ക് നിന്റെ ടോണും ഒരു മഫിൾഡായിട്ട് തോന്നി എനിക്കിന്ന്. കുഴപ്പമില്ല, പക്ഷെ എന്നാലും നന്നായിട്ട് പാടി. ഇതൊക്കെ പറയണം. അയ്യോ മോളെ ഇതൊക്കെ ആരാ ചെയ്തതെന്നൊന്ന് പറഞ്ഞു. മ്യൂസിക് ചെയ്തത് ഹിഷാം സാറ്, ആ. പിന്നെ ലിറിക്സ് എഴുതിയത് മദൻ സാറ്, മദൻ കർക്കി. മദൻ കർക്കി സാർ. ആരാ ലിറിസിസ്റ്റ് അതെ അതാരാണ്? ഒരു പ്രത്യേകതയുണ്ട്. മദൻ കർക്കിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ആരാണ്? അറിയില്ല. നമുക്ക് വൈരമുത്തു സാറിനെ അറിയാമോ? കവി പേരരസ് വൈരമുത്തു സാർ അറിയാമോ? അദ്ദേഹത്തിന്റെ മകനാണ് മദൻ എന്ന് പറഞ്ഞാൽ. വളരെ അണ്ണാ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറെങ്ങാണ്ടാണ് മദൻ കേട്ടോ. നല്ല മനുഷ്യനാണ്. നമുക്ക് വർക്ക് ചെയ്യാൻ. എനിക്ക് 180 എന്നുള്ള ഫിലിം മദനായിരുന്നു മൊത്തം എഴുതിയത്. മദന്റെ ബ്രദറും കവിത എഴുതും കേട്ടോ. കപിലൻ എന്നാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിന്റെ പേര്. എനിക്ക് വലിയ ബന്ധമില്ല. എനിക്ക് മദനുമായിട്ടാണ് കമ്പനി. പിന്നെ പാടിയത് മലയാളം ഈ ചക്കൻ നമ്മുടെ ചക്കര. തമിഴ് പാടിയത് സിദ് ശ്രീറാം സാറും ചിന്മയി ശ്രീപദമാണ്. അപ്പൊ മലയാളത്തിൽ ഫീമെയിൽ ആരായിരുന്നു? ശ്വേത മോഹൻ അല്ലേ? അത് മറ്റൊരു ചക്കര. അയ്യോ അതൊരു പഞ്ചാര. അതും അതിന്റെ അമ്മയും. അല്ല അമ്മയല്ല, എനിക്ക് അമ്മയായിട്ട് കമ്പനി ഇല്ല. അതിന്റെ അച്ഛൻ വണ്ടർഫുൾ പേഴ്സൺ. സുജാ ചേച്ചിയുടെ ഹസ്ബൻഡ് മോഹൻ, ഡോക്ടർ മോഹൻ. അയ്യോ ഒരു വട്ടം കണ്ടാല് നമ്മള് പിന്നെ ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ 2-3 സംസാരിച്ച് ഞാൻ എന്റെ മോളെയും ഭാര്യയൊക്കെ മറന്നു. അദ്ദേഹത്തിന്റെ കൂടെ ജീവിക്കാന്ന് വിചാരിച്ചു തീരുമാനിച്ചു. അത്ര സ്വീറ്റ് ആയിട്ടാണ് മോനേട്ടാ. ലവ് യു. പാടും ചെയ്യും. പാട്ടോ കെ മോഹൻ എന്നാ പേര്. ഞാനാ പറഞ്ഞത് കരോക്കെ മോഹൻ എന്ന്. ഓസെല്ലാം കരോക്കെ ഇട്ടിട്ട് പാട്ടോട് ശല്യം ആളുകൾക്ക്. പഴയ ഹിന്ദി പാട്ട് എല്ലാം അറിയാം മോഹനേട്ടന്, എല്ലാ പാട്ടും. ഒരു വീഡിയോ ഉറപ്പായിട്ടും ആ ഗ്രൂപ്പില് ആരൊക്കെ ആ ഗ്രൂപ്പിൽ ഉണ്ടെങ്കിൽ. അത് മാത്രമല്ല, ചെന്നൈയിൽ എവിടെ പ്രോഗ്രാം, ഏത് മുക്കിന് മൂലയ്ക്ക് പ്രോഗ്രാം നടന്നാലും ഭയങ്കരമായിട്ട്. എനിക്കൊരു കച്ചേരി ഉണ്ടായിരുന്നു ചെന്നൈയിൽ. അത് ചെന്നൈ വിട്ടിട്ട് എവിടോ ഒരു ഐസ്രാങ്കോണത്ത് അവിടെയാണ് പ്രോഗ്രാം. ഞങ്ങൾ തന്നെ ഇവിടുന്ന് 3-4 കാറ് പിടിച്ചാൽ പോയത് അവിടെ എത്തിയത്. ശരി, അവർ ഷൂട്ട് ചെയ്യാൻ വേണ്ടി എടുക്കുകയാണ്. അപ്പോൾ കുറച്ച് പേരേ ഉള്ളൂ. ഞാനിത് പാടിക്കൊണ്ടിരുന്നു. എനിക്ക് പെട്ടെന്ന് നമുക്ക് പരിചയമുള്ള ഒരാൾ മുമ്പിലിരിക്കുന്നു, മോഹനേട്ടൻ. ആരാണ്ട് സൈക്കിളെങ്ങാണ്ട് ഒരു കോമ്പറ്റീഷൻ ഇതുപോലെ. എനിക്ക് അവിടെ ആകെ പരിചയമുള്ള ചെന്നൈയില് മോഹനങ്ങൾ അവിടെ സൈഡിൽ നിന്ന് ഇങ്ങനെ നിൽക്കുന്നായിരുന്നു. ഭയങ്കര. അത് എവിടെ പ്രോഗ്രാം ഉണ്ടെങ്കിലും തിരക്കുണ്ടെങ്കിലും വരും. അതായത് നമ്മൾ ഈ കറകളഞ്ഞ മ്യൂസിക് ലവർ എന്ന് പറയില്ലേ, അതാണ്
മോനേട്ടൻ. മക്കളെ ആരാധ്യ, അതുപോലെ ചിന്മയി ഒരു വണ്ടർഫുൾ സിംഗർ, അതെ അതെ ഒരു അസാധ്യ പാട്ടുകാരി. അത് ഒരു സംശയമില്ലാത്ത കാര്യമാണ്. എനിക്ക് കുറേ ഇഷ്ടമുള്ള പാട്ടുകാരുണ്ട് ചിന്മയി, അതുപോലെ തന്നെ സിദ്ധും. അപ്പം മക്കളെ ഇത്രേ ഉള്ളൂ. അപ്പം എന്തെങ്കിലും നല്ലൊരു കിടിലം നമ്മുടെ ഹിഷാമിൻ്റെ പാട്ട്, പിന്നെ അവൻ്റെ പാട്ടാകുമ്പോൾ നമുക്ക് അത് കുറേയും കൂടെ നമ്മുടെ ചങ്ക. അവൻ്റെ പാട്ട് കൂടെ പാടിയപ്പോൾ കുറേ സന്തോഷമായി സത്യത്തിൽ. ലവ് യു മുത്തേ. ലവ് യു സർ. താങ്ക് യു സർ. ഷാനിക്ക അമ്മയാ എന്താ സർ? നന്നായിട്ട് പാടി വേണ്ട. താങ്ക് യു സർ. എനിക്ക് ആകെ ഫീൽ ചെയ്തത് ഒന്ന് ബ്രെത്ത്, അത് ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ബ്രെത്ത് നോയ്സ് മൈക്ക് നമ്മൾ ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യണം മോളെ. പ്രത്യേകിച്ച് ഇതിപ്പോൾ ഒരു ഡ്യുവറ്റ് ആണ് മോള് ഒറ്റയ്ക്ക് എടുത്ത് പാടണേ. അപ്പോൾ ചിലപ്പോൾ ഈ മെയിൽ ഫീമെയിൽ ഈ ക്രിസ് ക്രോസ് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഇടയിൽ മെയിലും ഫീമെയിലും സെപ്പറേറ്റ് പാടുകയാണെങ്കിൽ കുഴപ്പമില്ലല്ലോ. അപ്പോൾ അത് അവർക്ക് വേണ്ട ബ്രെത്ത് അവർ സെപ്പറേറ്റ് എടുത്തോളൂ. ഇതിപ്പോൾ എല്ലാം മോൾ തന്നെ എടുത്ത് പാടുമ്പോൾ അവരുടെയും കൂടെ ബ്രത്ത് കൊച്ചാ എടുക്കുന്നത്. അതെ, അവരുടെ ബ്രെത്തും കൂടെ മോൾ എടുത്തിട്ടാണ് പാടുന്നത്. അത് മാത്രമല്ല ഷാനെ, അവള് ലെവല് ഭയങ്കര കുറവായിരുന്നു. അപ്പോൾ ശബ്ദം ഈ ശ്വാസമാണ് കൂടുതൽ കേൾക്കുന്നത്. അതെ, നമ്മൾ കുറച്ചും കൂടെ ത്രസ്റ്റ് ഉണ്ടെങ്കിൽ ശ്വാസം അത്രയും കേൾക്കത്തില്ല. മൊത്തം ഒരു ഫോൾസ് ആ ഒരു റേഞ്ചിൽ ഒന്നാമത് ഹൈ ആണല്ലോ. പിന്നെ ഈ പാട്ട് നമ്മളിങ്ങനെ ആരാധ്യ എത്തുമ്പോഴേക്കും ഇപ്പം ഈവൻ അതിൻ്റെ ഓർക്കസ്ട്രേഷൻ ആണെങ്കിൽ അതിങ്ങനെ ജുൻ 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 ഡുൻ 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 എന്നിട്ടാണ് ആരാധ്യ എന്ന് പറഞ്ഞാൽ ആ ഒരു ഓപ്പൺനെസ് വരുന്നത്. അവിടെ ആ ഒരു ഓപ്പൺനെസ് നമുക്ക് ഫീൽ ചെയ്യണം. ഇതിപ്പോൾ ആ ഒരു സെയിം ലെവലിലാണ് തുടക്കം തൊട്ട് അവസാനം വരെ മോള് പോയത്. അതുകൊണ്ടാണ് ഹരി പറഞ്ഞത് ഇത് ടെക്നിക്കലി ഇതൊരു മെയിൽ സോങ് ആണ്, ആ ഒരു മെയിൽ റേഞ്ചിലുള്ളൊരു സോങ്. അപ്പം അങ്ങനെ പാടി വരുമ്പോൾ ആരാധ്യ എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഭയങ്കരമായിട്ടൊരു സ്പെക്ട്രം നമുക്കിങ്ങനെ ഫീൽ ചെയ്യാൻ പറ്റും. പിന്നെ എനിക്ക് തോന്നിയത് ഈ ആരാധ്യ എന്ന് പറയുന്നത് അതൊരു കോളിംഗ് ആണ്. യു കോളിംഗ് ഒരു ഫീമെയിൽ. അപ്പോൾ അത് ആക്ച്വലി അതിനൊരു കംപ്ലീഷൻ വരണമെങ്കിൽ അത് മെയിൽ തന്നെ പാടണമെന്ന് ഒരു തോട്ട്. ബട്ട് ഓഫ് കോഴ്സ് അത് മോള് പറഞ്ഞു, മോൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ്, എനിക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഞാൻ എന്തായാലും തെറ്റ് പറയണില്ല ഇപ്പൊ തൽക്കാലം. ഓക്കെ, അപ്പൊ ഇനി മാർക്സ്. ശരത് സർ. മോളെ എന്താ സർ? ആരാധ്യേ എന്താ സർ? 8.7. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. ഹരിച്ചേട്ടാ നന്നായിട്ട് പാടി മോളെ, നല്ല പ്രസന്റേഷൻ ആയിരുന്നു. അതിൻ്റെ ഹെവി പാട്ട് ഒരു മെയിൽ സോങ് ആണ്, അതുകൊണ്ട് മാത്രം 8.8. താങ്ക് യു സർ. താങ്ക് യു ഹരിച്ചേട്ടാ. ഷാനിക്ക ടോട്ടൽ 17.5. അടുത്ത ആള് വരട്ടെ. ഹരിച്ചേട്ട പാട്ട് കേട്ടിട്ടേ പോകുന്നുള്ളൂ എന്ന്. എന്റെ ആ, മോളെ. എന്താ Okay, രണ്ട് പേര് പെട്ടെന്ന് പാടറേ. ഓക്കെ ഗൈസ്. You're my sunshine, you're my moonlight, you're the stars in the sky. Come with me now, you have my desire. Ellame needane Aradhya. അറിയാതെ മനസാകെ തൂ മധുര പ്രണയം തൂവി തൂവി കണ്ണിമയോരം താരകൾ മിന്നുന്നേ. ഇരുൾ മൂടിയുറങ്ങും ചെമ്പനി നീരെ പുൽകിയുണർത്തും വെൺമതി നീയെ. ആരാധ്യ ആരാധ്യ തമ്മിൽ തമ്മിൽ ചേരാമെന്നും ആരാധ്യ 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 നീയില്ലാതിന്നില്ലൻ ജന്മം ആരാധ്യ. Beautiful. താങ്ക് യു ഹരിച്ചേട്ടാ. താങ്ക് യു.